പാൻ ഇന്ത്യൻ സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഒന്നാകെ കാത്തിരുന്ന ചിത്രമാണ് പുഷ്പ 2. 2021 പുറത്തെത്തി വൻ വിജയം നേടിയ പുഷ്പയുടെ സ്വീക്കൽ എന്നതു തന്നെയാണ് ഈ പ്രീ റിലീസ് ഹൈപ്പിന് കാരണമായത്. ഇപ്പോഴിതാ ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ പ്രതികരണങ്ങളും എത്തിത്തുടങ്ങിയിരിക്കുന്നു. പുഷ്പ സിനിമയിൽ ആ റോളിലേക്ക് അല്ലു അർജുനെ അല്ലാതെ ആർക്കും ഇപ്പോൾ ആലോചിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ സുകുമാർ പുഷ്പ സംബന്ധിച്ച കഥയിൽ ആദ്യമായി ആലോചിച്ചത് അല്ലു അർജുനെ അല്ലെന്നാണ് അദ്ദേഹം തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയത്. സുകുമാർ പുഷ്പ സംബന്ധമായ കഥ ആദ്യം പറഞ്ഞത് മഹേഷ് ബാബുവിനോടായിരുന്നു. സുകുമാറും മഹേഷ് ബാബുവും തമ്മിൽ ക്രിയാത്മകമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതിനാലാണ് പിന്നീട് ഈ പ്രോജക്ട് ഉപേക്ഷിച്ചത്. മുൻപ് പുഷ്പ ദ റൈസിന്റെ പ്രമോഷനിടെ മഹേഷ് ബാബു സിനിമ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് സുകുമാർ വെളിപ്പെടുത്തിയിരുന്നു. താൻ മഹേഷ് ബാബുവിനോട് പറഞ്ഞ കഥയും രക്തചന്ദനം കടത്ത അടിസ്ഥാനമാക്കിയുള്ളതാണ്. പക്ഷേ അത് കുറച്ചു മുമ്പായിരുന്നു. പിന്നീട് ഈ പ്രോജക്ട് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ വ്യത്യസ്തമായ കഥയാണ് താൻ എഴുതിയത്. മഹേഷ് ബാബുവിനൊപ്പം ഇപ്പോൾ ഉള്ളതുപോലെ കഥ പറ്റില്ലായിരുന്നു. എന്നാൽ അന്നത്തെ പ്രോജക്ടിന്റെ പശ്ചാത്തലം ഒന്നു തന്നെയായിരുന്നു, സുകുമാർ പറയുന്നു. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദ റൂൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ.